നിങ്ങളുടെ ഐഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറവാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് നോക്കിയാലോ. ഈ വീഡിയോ ഞാൻ പറയുന്ന ടിപ്സുകളെല്ലാം തന്നെ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കി. എനിക്കൊരു 3 ഹവേഴ്സിൻ്റെ അധികം ബാറ്ററി ബാക്കപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഞാൻ ലൊക്കേഷൻ സർവീസസ്, വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങിയ സെറ്റിംഗ്സുകളൊന്നും തന്നെ ഓഫ് ചെയ്യാതെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിനകത്ത് കുറവ് വരും. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കുറയാത്ത രീതിയിൽ എങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ നേടിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ. ഐഫോണിൻ്റെ ബാറ്ററി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന എൻ്റെ പാർട്ടാണ് ഡിസ്പ്ലേ. ഇതൊരു 6.1 ഇഞ്ച് സൂപ്പർ റെറ്റീന OLED XDR ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ വരുത്തിയതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ബാറ്ററി സേവിങ് ടിപ്പ് ആപ്ലിക്കേഷനുള്ള ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഒന്ന് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കാണണമെന്നില്ലാത്ത ആപ്ലിക്കേഷനിലെല്ലാം തന്നെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഐഫോണിൽ വന്നു കഴിയുമ്പം ഒരു 15 സെക്കൻഡ്സോളം ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ്സോളം ഐഫോൺ വേക്കായിട്ട് നിൽക്കും. ഇങ്ങനെ വരുന്നൊരു ബാറ്ററി കൺസപ്ഷൻ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുന്ന വഴി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ മാത്രമേ എനേബിൾ ആക്കി വെക്കും. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നിന്ന് ഈ ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നേരെ സെറ്റിംഗ്സിലേക്ക് പോവുക. സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനുകളിലെ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിലേക്ക് എത്താനായിട്ട്. ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് 3 രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നമുക്ക് ലോക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഒന്ന് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒന്ന് ബാനർ. അപ്പം ഇതിനകത്ത് ബാനർ ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് ലോക്ക് സ്ക്രീനോട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. ഇനി മുതൽ എൻ്റെ ഫോൺ ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി വേക്ക് ആകത്തില്ല. പിന്നെ ഫോൺ എടുത്തതിന് ശേഷം എനിക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ നോക്കിക്കണം, എനിക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും സെറ്റിംഗ്സ് നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി സ്ക്രീൻ അനാവശ്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അടുത്ത ബാറ്ററി സേവിങ് ടിപ്പ് ടേൺ ഓഫ് റേസ് ടു വേക്ക് എന്നുള്ളതാണ്. ഈ ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എപ്പോഴൊക്കെ നമ്മൾ കയ്യിലെടുക്കുന്നു അപ്പോഴെല്ലാം അതിൻ്റെ ഡിസ്പ്ലേ ഓണായിട്ട് വരും. അപ്പോൾ ഇതൊരു 15 സെക്കൻഡ്സോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി കൺസപ്ഷൻ ഒരു കാരണമാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫോൺ വയ്ക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ബട്ടണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഫോൺ വെയ്ക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്പ്ലേയിലൊന്ന് സിംഗിൾ ടാപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫോൺ വയ്ക്കാനായിട്ട്. ഈ 2 ഫീച്ചേഴ്സ് തന്നെയാണ് എനിക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. റേസ് ടു വേക്ക് നമ്മുടെ ഫോണിൽ എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നേരെ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അവിടുന്ന് പിന്നെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കൊരു ഓപ്ഷൻ കാണാം, റേസ് ടു വേക്ക് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇത് നേരെ അങ്ങ് ഡിസേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ടാപ്പ് ടു വേക്ക് ആണെങ്കിൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഓപ്ഷൻ നമുക്ക് എങ്ങനെ ഐഫോണിൽ എനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവേ. നേരെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ടച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ടാപ്പ് ടു വേക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അടുത്തതായിട്ട് ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാറ്ററി സേവിങ് ടിപ്പ് നമ്മൾ കഴിവതും ഡാർക്ക് മോഡും ഡാർക്ക് വാൾപേപ്പറും യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സമയം ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷൻസ് ഇൻഡോർ കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല. ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നത് OLED പാനൽസ് ഉള്ള ഐഫോണിൽ മാത്രമേ നമുക്കൊരു ബാറ്ററി സേവിങ് ടിപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. LCD പാനൽസ് ഉള്ള ഐഫോൺ യൂസ് ചെയ്യുന്നവർ ഡാർക്ക് വാൾപേപ്പറും ഡാർക്ക് മോഡും ഒരു ബാറ്ററി സേവ് ചെയ്യാനുള്ള ടിപ്പായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡാർക്ക് മോഡ് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് കൺട്രോൾ സെൻറ്ററിൽ അതിൻ്റെ ഒരു സിംഗിൾ ടാപ്പ് ബട്ടൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായി കൺട്രോൾ സെൻറ്ററിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. പിന്നെ ആഡ് കൺട്രോൾസ് കൊടുത്തിട്ട് ഡാർക്ക് മോഡ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡാർക്ക് മോഡിൻ്റെ ഐക്കൺ വരുന്നതാണ്. അതിൽ സിംഗിൾ ടാപ്പ് ചെയ്ത് കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്യുക. പിന്നീട് നമുക്ക് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യണമെങ്കിൽ അതിലൊരു സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡാർക്ക് മോഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വിസിബിലിറ്റി കുറഞ്ഞ കണ്ടീഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡാർക്ക് മോഡ് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഡാർക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന കൂടെ നോക്കാം. നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോയിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും വാൾപേപ്പർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ തന്നെ കാണിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നിന്ന് വാൾപേപ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. ഇവിടെ നമുക്ക് ഇനി ഹോം സ്ക്രീനിൻ്റെ വാൾപേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഹോം സ്ക്രീനിൻ്റെ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ഫോട്ടോസ് ഓപ്ഷൻ ഗാലറിയിലേക്ക് പോകാനായിട്ട് അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കാണാം. ഞാൻ ഡാർക്ക് വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക, ഡൺ കൊടുത്തേക്കുക. ഇതാ നമ്മുടെ വാൾപേപ്പർ ഡാർക്കായിട്ട് സെറ്റ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയാസിലൊന്നും തന്നെ നമ്മുടെ സ്ക്രീൻ വേക്ക് ആയിട്ടില്ലായിരിക്കും. അവിടെ എല്ലാം സ്ക്രീൻ ഓൾറെഡി ഓഫാണ്, പിക്സൽസ് ഓഫാണ്. ഈ ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമേ പിക്സൽസ് ഓൺ ആയിട്ടുള്ളൂ. അപ്പം ഡിസ്പ്ലേയുടെ ബാറ്ററി കൺസപ്ഷൻ അതനുസരിച്ച് കുറയും. അങ്ങനെയാണ് ഡാർക്ക് വാൾപേപ്പർ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഒരു ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഡിസ്പ്ലേയുടെ ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. വൈറ്റ് പോയിന്റ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോയിട്ട് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ എൻ്റെ ഫോണിൽ ഇപ്പം ഓട്ടോ ബ്രൈറ്റ്നസ് ആണ് എനേബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ എനിക്ക് സ്ക്രീനിലുള്ള കാര്യങ്ങൾ വായിക്കാൻ ആവശ്യമായതിലധികം ഒരു സ്ക്രീൻ ബ്രൈറ്റ്നസ് എനിക്കിപ്പം ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓട്ടോ ബ്രൈറ്റ്നസ് എനേബിൾ ആക്കിയതുകൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്നുള്ള ബ്രൈറ്റ്നസ് പിന്നെയും കുറയും. ഈ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കാനായിട്ട് സഫീഷ്യൻ്റ് ആണ്. സോ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ സെറ്റിങ്സും കൂടി കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ബാറ്ററി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സേവ് ചെയ്യാണ്ട് സാധിക്കും. ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് ഉടനെ ഒന്ന് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഈ സെറ്റിങ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് എടുക്കാൻ സാധിക്കും. നേരത്തെ നമുക്ക് ഡാർക്ക് മോഡ് ചെയ്ത പോലെ തന്നെ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് ഓപ്ഷനും കൺട്രോൾ സെൻറ്ററിൽ ഇതേപോലെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. കൺട്രോൾ സെൻറ്ററിൽ ആഡ് കൺട്രോൾസിൽ പോയിട്ട് വൈറ്റ് പോയിൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം വരുന്ന കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് വേണമെന്ന് തോന്നുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ ഈസി ആയിട്ട് വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. നമ്മുടെ ബാറ്ററി സേവിങ് സഹായിക്കുന്ന അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ കഴിവതും 4Gയിലേക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോണിൽ ഇൻ്റർനെറ്റ് സർവീസ് യൂസ് ചെയ്യുമ്പോൾ മാത്രം വൈഫൈയിലേക്കോ അല്ലെങ്കിൽ 5Gയിലേക്കോ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യുക. ഇങ്ങനെ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നേരെ മൊബൈൽ സർവീസിലേക്ക് പോവുക. അവിടെ നിന്ന് മൊബൈൽ ഡാറ്റ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വോയിസ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് 4G 5G നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എപ്പോഴും സെറ്റിങ്സിൽ വന്ന് ഇങ്ങനെ 4G 5G സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്കതിന് എളുപ്പമാർഗ്ഗത്തിൽ നമുക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് 4G 5G സ്വിച്ച് ചെയ്യാനാണ്. ഇതുപോലെ ഞാനൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഈ 4Gയിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി മുകളിൽ LTE എന്ന് മാറുന്നുണ്ട്. 5Gയിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും 5Gയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പെട്ടെന്ന് 5G യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് 4Gയിലേക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് ഫോൺ കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഷോർട്ട് കട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. നമ്മുടെ അടുത്ത ബാറ്ററി സേവിങ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ സർവീസസിൽ നമുക്ക് വരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ്. ചില ആപ്ലിക്കേഷനുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സർവീസസ് എനേബിൾ ആക്കി വെച്ചേ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഈ വെതർ വിഡ്ജറ്റ്, ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ മാത്രമേ ഇതൊരു പ്രോപ്പർ ഇൻഫർമേഷൻ തരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിലെ വെതറൊക്കെ ആയിരിക്കും കാണിക്കുക. എന്നിരുന്നാൽ കൂടി വാട്സപ്പ് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ് ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ അലോ ചെയ്യുന്ന പോലത്തെ ഒരു പ്രിസൈസ് ലൊക്കേഷൻ്റെ ഒരു ഓപ്ഷൻ നമുക്കിതിനകത്ത് എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പ്രിസൈസ് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ബാറ്ററി കൺസപ്ഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ സെറ്റിങ്സിലെ ചേഞ്ചസ് നമുക്ക് നോക്കാം. സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നമുക്ക് നേരെ താഴേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ലൊക്കേഷൻ സർവീസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനുകളുടെയും ലൊക്കേഷൻ സെറ്റിങ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിനുള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ലൊക്കേഷൻ യൂസ് ചെയ്യുന്ന രീതി പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതും പ്രിസൈസ് ലൊക്കേഷൻ എനേബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. അതൊന്നും ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. ലൊക്കേഷൻ നെവർ തന്നെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തുള്ള ഓരോ ആപ്ലിക്കേഷനുകളുടെയും ആപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷേ ലൊക്കേഷൻ എനേബിൾ ആക്കി വെക്കണം. അപ്പോൾ പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാം, അതിൽ ഞാൻ പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മൈജി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഞാൻ ലൊക്കേഷനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫോൺ പേയിലും പ്രിസൈസ് ലൊക്കേഷൻ വേണ്ട. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കുറച്ചും കൂടെ ഒന്ന് സേവ് ചെയ്യാണ്ട് സാധിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീൻ ടൈം എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് സ്ക്രീൻ ടൈം അങ്ങനത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ആപ്പിൾ കളക്ട് ചെയ്തിട്ട് ഈവൻ നമുക്ക് ഓരോ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ എണ്ണം, അതേപോലെ എത്ര ആഴ്ച നമ്മൾ ഫോൺ പിക്കപ്പ് ചെയ്തു, അങ്ങനത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്ത് സ്ക്രീൻ ടൈമിലൂടെ ആപ്പിൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്യാനായിട്ട് ആപ്പിൾ കുറച്ച് ഒരു ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം സ്ക്രീൻ ടൈം ഓഫ് ചെയ്യാനായിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്താൽ മതി.
അടുത്ത ബാറ്ററി സേവിങ് ടിപ്പ് നമ്മൾ iOS-ൽ ആപ്ലിക്കേഷൻസ് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ടൈം ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും അപ്പോൾ ഓൾറെഡി ഗ്യാദർ ചെയ്ത് വെച്ചിരുന്ന ഇൻഫർമേഷൻ എല്ലാം പോവുകയും നല്ല ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് കൂടുതൽ പവർ എടുത്ത് തന്നെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് ബാറ്ററി കൺസംഷൻ ഒരു കാരണമാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമേ iOS-ലില്ല. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ നമുക്കൊരു സിംഗിൾ ടാപ്പ് ബട്ടണായിട്ട് ക്ലോസ് ഓൾ എന്നൊരു ഓപ്ഷൻ തന്നിട്ട് എല്ലാം ഒരുമിച്ച് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാത്തത്. ഇതൊന്നും കൂടാതെ നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യാതിരിക്കുക, പിന്നെ ഒരുപാട് ഹീറ്റ് ആകുന്ന കണ്ടീഷൻസിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഫോണൊന്ന് ഹീറ്റ് ആവാതൊക്കെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ബാറ്ററി ഹെൽത്ത് കുറയുന്ന ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒറിജിനൽ ചാർജർ യൂസ് ചെയ്യുക. മെയിൻ ഇഷ്യൂ ഹീറ്റ് തന്നെയാണ്. ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഐഫോണിൻ്റെ കേസ് ഒന്ന് ഊരി വെച്ചിട്ട് ചാർജ് ചെയ്യുക. ഇങ്ങനത്തുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഫോൺ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബാറ്ററി ലൈഫ് കൂടുതൽ കാലത്തേക്ക് നമുക്ക് അത് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ സെറ്റിംഗ് ചേഞ്ചുകളെല്ലാം എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ബാറ്ററി ബാക്കപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു 12% ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു 6:30 ചാർജ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒരു 6 വരെ എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നോർമലി ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 8 hours ഒക്കെയാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ഓൺ ടൈം ഒരു 4 മണിക്കൂർ അടുപ്പിച്ചേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഈ സെറ്റിംഗ് ചേഞ്ചുകളെല്ലാം അപ്ലൈ ചെയ്തപ്പം എനിക്ക് 4 എന്നുള്ളത് മാറി ഒരു 5 മണിക്കൂറിന് മുകളിൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.